വിശുദ്ധ ലിബേരാറ്റസും സഹവിശുദ്ധരും രക്തസാക്ഷികളുമായ 6 സന്യാസിമാരും. ആഫ്രിക്കയിലെ അരിയൻ ഗോത്ര രാജാവായിരുന്ന ഹെനറിക് തൻ്റെ ഭരണത്തിൻ്റെ 7-ാം വർഷത്തിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് എതിരായി ഒരു പുതിയ ഉത്തരവിറക്കി. എല്ലാ ആശ്രമങ്ങളും ദൈവാലയങ്ങളും നശിപ്പിക്കണമെന്നായിരുന്നു ഉത്തരവിൻ്റെ കാതൽ. ബൈസാസെനോ പ്രവിശ്യയിൽ കാസ്പാക്ക് സമീപമുള്ള ഒരു ആശ്രമത്തിൽ 7ഓളം സന്യാസിമാരുണ്ടായിരുന്നു. അവരെ കാർത്തേജിലേക്ക് വിളിച്ചു വരുത്തി. ലിബേരാറ്റസ് ആയിരുന്നു അവരുടെ ആശ്രമ അധിപൻ. ആദ്യം ഹെനറിക്ക് അവരെ നിരവധി വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിക്കുവാൻ പരിശ്രമിച്ചു. എന്നാൽ ധീരരും ദൈവഭക്തരുമായ അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഒരു വിശ്വാസം, ഒരു ദൈവം, ഒരു ജ്ഞാനസ്നാനം. ഞങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക. ഒപ്പം നിങ്ങൾ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത നശ്വരമായ സമ്പത്തെല്ലാം നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ത്രിത്വൈക ദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസത്തിലും ഏക ജ്ഞാനസ്നാനത്തിലും അവർ ഉറച്ചു നിന്നതോടെ കനത്ത ഇരുമ്പ് ദണ്ഡുകൾ ശരീരങ്ങളിൽ ബന്ധിച്ച് അവരെ ഇരുട്ടറയിൽ അടച്ചു. എന്നാൽ അവിടുത്തെ ക്രിസ്തുവിശ്വാസികൾ ആ ഇരുട്ടറയുടെ കാവൽക്കാരെ പാട്ടിലാക്കുകയും അവരെ സ്വാധീനിച്ച് ദിനവും രാത്രിയും വിശുദ്ധരെ സന്ദർശിക്കുകയും അവരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ക്രിസ്തുവിന് വേണ്ടി മരണം വരിക്കുവാൻ ആ വിശുദ്ധർ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. ഇതേക്കുറിച്ചറിഞ്ഞ രാജാവ് അവരെ ഇതുവരെ കേൾക്കാത്ത മർദ്ദന ഉപകരണങ്ങൾ കൊണ്ട് മർദ്ദിക്കുവാനും കൂടുതൽ ഭാരമുള്ള ഇരുമ്പ് ദണ്ഡുകളിൽ ബന്ധിക്കുവാനും ഉത്തരവിട്ടു. അധികം താമസിയാതെ രാജാവ് അവരെ ഒരു പഴയ കപ്പലിൽ ഇരുത്തി കടലിൽ വെച്ച് അഗ്നിക്കിരയാക്കുവാൻ ഉത്തരവിട്ടു. പോകുന്ന വഴിയിലുള്ള മുഴുവൻ അരിയൻ മതവിരുദ്ധവാദികളുടെ അപമാനങ്ങളെ നിന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ രക്തസാക്ഷികൾ കടൽ തീരത്തേക്ക് പോയത്. ചെറുപ്പക്കാരനായിരുന്ന മാക്സിമസിനെ പാട്ടിലാക്കുവാൻ പ്രത്യേകം ശ്രമം തന്നെ ആ മർദ്ദകർ നടത്തി. തൻ്റെ നാമം സ്തുതിക്കുവാൻ ചെറിയ കുട്ടികളുടെ നാവിനെ പോലും വിശേഷപ്പെട്ടതാക്കുന്ന ദൈവം അവരുടെ പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കുവാനുള്ള ധൈര്യം വിശുദ്ധന് നൽകി. ആരുടെ ഒപ്പമാണോ താൻ നിത്യമഹത്വത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അനുതാപ ജീവിതം നയിക്കുന്നത്, ആ ദിവ്യനായ ആശ്രമ അധിപനിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും തന്നെ ഒരിക്കലും വേർതിരിക്കുവാൻ കഴിയില്ല എന്ന് അവൻ വളരെ കർശനമായി തന്നെ പറഞ്ഞു. അതേ തുടർന്ന് ഉണങ്ങിയ വിറകുകൊള്ളികൾ നിറച്ച ഒരു പഴയ യാനപാത്രത്തിൽ ആ 7 പേരെയും കയറ്റി മരത്തിൽ ബന്ധിച്ചു. നിരവധി തവണ തീ കൊളുത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് അണഞ്ഞുപോയി. ആ യാനപാത്രത്തിന് തീ കൊളുത്തുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു. അതിൽ കോപാകുലനായ ആ രാജാവ് തുഴകൾ ഉപയോഗിച്ച് അവരുടെ തലച്ചോർ തകർക്കുവാൻ ഉത്തരവിടുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. അവരുടെ മൃതദേഹങ്ങൾ കടലിലേക്ക് എറിഞ്ഞുവെങ്കിലും ആ തീരത്ത് പതിവില്ലാത്ത രീതിയിൽ ആ മൃതദേഹങ്ങൾ കരയ്ക്കടിഞ്ഞു. അവിടുത്തെ വിശ്വാസികൾ ആ വിശുദ്ധരുടെ മൃതദേഹങ്ങൾ എടുത്ത് ബിഗുവായിലെ വിശുദ്ധ സെലരിനൂസിൻ്റെ ദൈവാലയത്തിന് സമീപം ആദരവോടെ അടക്കം ചെയ്തു. 483 ഈ വിശുദ്ധർ രക്തസാക്ഷിത്വം വരിച്ചത്.